ഡാർക്ക് വെബ് ഈ ഒരു പേര് നമ്മളിൽ പല ആളുകളും ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കാം. ഇന്റർനെറ്റിന്റെ തന്നെ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു പോർഷനെയാണ് ഈ പറയുന്ന ഡാർക്ക് വെബ് എന്നറിയപ്പെടുന്നത്. നമ്മൾ നോർമലായിട്ട് ഒരു വെബ്സൈറ്റുകളിലേക്ക് കയറുന്നത് പോലെ ഒരിക്കലും ഈ പറയുന്ന ഡാർക്ക് വെബിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുകയില്ല. അത്രയധികം ഡീപ്ലി സീക്രട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകളും കാര്യങ്ങളും ഒക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റിന്റെ ഒരു ഇരുണ്ട ലോകത്തെയാണ് ഡാർക്ക് വെബ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ പറയുന്ന ഡാർക്ക് വെബിന്റെ യാഥാർത്ഥ്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ബാക്ക് ടു ദി സീക്രട്ട് ബുക്ക്. ഡാർക്ക് വെബിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നറിയുന്നതിന് മുൻപ് ഡാർക്ക് വെബ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് പോർഷനെയാണ് അല്ലെങ്കിൽ എവിടെയാണ് ഡാർക്ക് വെബ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ ദിവസേന നോർമലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൂഗിള്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം സർഫസ് വെബ് എന്നാണ് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നോർമലായിട്ടുള്ള എല്ലാവിധ ആപ്ലിക്കേഷൻസും സർഫസ് വെബ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് പെടുന്നത്. ഇതിന് താഴെ ഡീപ്പ് വെബ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഡീപ്പ് വെബ് എന്ന് പറയുന്ന കാറ്റഗറി നമ്മുടെ തന്നെ പേഴ്സണൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഫയൽസിനെ കീപ്പ് ചെയ്യുന്ന ഇന്റർനെറ്റിലെ ഒരു ലാർജ് പോർഷനെയാണ് ഡീപ്പ് വെബ് എന്നറിയപ്പെടുന്നത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ബാങ്കിങ് റെക്കോർഡ്സ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഡേറ്റാബേസ് ആയിട്ടുള്ള ഫയൽസ്, അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിന്റെ പ്രൈവറ്റ് ഫയൽസ്, ഫോട്ടോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ പറയുന്ന ഡീപ്പ് വെബ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ഈ പറയുന്ന ഡീപ്പ് വെബും സർഫസ് വെബും വളരെയധികം നോർമലായിട്ട് നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന വളരെയധികം സേഫ് ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള ഇന്റർനെറ്റിന്റെ പോർഷൻസ് ആണ്. എന്നാൽ ഡാർക്ക് വെബ് എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന പോസിറ്റിവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. വളരെയധികം ഹൊറിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്റർനെറ്റിൽ ഒരിക്കലും നമ്മൾ നോർമലായിട്ട് ഒരു മനുഷ്യന് കാണാൻ കഴിയാത്ത, സാധാരണ ഒരുവിധ പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് കാണാൻ കഴിയാത്ത വളരെയധികം ഹൊറിബിൾ ആയിട്ടുള്ള ഹോണ്ടിങ് ചെയ്യുന്ന രീതിയിലുള്ള ക്രൂവൽ ആയിട്ടുള്ള വീഡിയോകളും അതോടൊപ്പം തന്നെ വളരെയധികം ഇല്ലീഗൽ ആയിട്ടുള്ള ബിസിനസ്സുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റിന്റെ തന്നെ വളരെ ഡാർക്ക് ആയിട്ടുള്ള വളരെയധികം സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോർഷനെയാണ് ഡാർക്ക് വെബ് എന്ന് നമ്മൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ വളരെയധികം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സ് മരവിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകളാണ് ഡാർക്ക് വെബിലുടനീളം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടക്കൊല, കൊലപാതകങ്ങൾ, അതോടൊപ്പം തന്നെ വളരെ ക്രൂരമായിട്ടുള്ള ഹ്യൂമൻ എക്സ്പെരിമെന്റ്സ്, ഹാക്കിംഗ് സർവീസുകൾ, ഇങ്ങനെ കംപ്ലീറ്റ്ലി ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു മാർക്കറ്റ് പ്ലേസ് എന്ന് തന്നെ നമുക്ക് ഡാർക്ക് വെബിനെ വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. മനുഷ്യരെ കെട്ടിയിട്ടുകൊണ്ട് പൂർണ്ണ ബോധത്തോടു കൂടി തന്നെ ശരീരത്തിലെ വിവിധ തരത്തിലുള്ള സർജറികൾ ചെയ്യുന്നതായിട്ടും അതോടൊപ്പം തന്നെ വളരെയധികം ഹൈലി ഡോസ്ഡ് ആയിട്ടുള്ള കെമിക്കൽസ് മനുഷ്യ ശരീരത്തിൽ കുത്തിവെക്കുന്നതായിട്ടും പോലുള്ള വളരെയധികം ഹൊറിബിൾ ആയിട്ടുള്ള വീഡിയോകൾ നമുക്ക് ഡാർക്ക് വെബിൽ ഉടനീളം കാണാനായിട്ട് കഴിയും. കൂടാതെ ഇല്ലീഗൽ ആയിട്ടുള്ള ഹാക്കിംഗ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റ് പ്ലേസ് കൂടിയാണ് ഈ പറയുന്ന ഡാർക്ക് വെബ് എന്നറിയപ്പെടുന്നത്. ഡാർക്ക് വെബിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലീഗൽ ബിസിനസ്സുകൾ, അതോടൊപ്പം തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ്, കംപ്ലീറ്റ്ലി ഇല്ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന് കാണാൻ കഴിയാത്ത, കണ്ടു നിൽക്കാൻ കഴിയാത്ത വളരെയധികം ക്രൂവൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനാൽ തന്നെ കംപ്ലീറ്റ്ലി വളരെയധികം പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോർഷൻ കൂടിയാണ് ഈ പറയുന്ന ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. എന്നാൽ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സിന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറയുന്ന ഡാർക്ക് വെബിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹ്യൂമൻ എക്സ്പെരിമെന്റ്സും അതോടൊപ്പം തന്നെ കൊലപാതകങ്ങളും ഹാക്കിംഗ് സർവീസുകളും ഇങ്ങനെ പറയുന്ന കാര്യങ്ങളിൽ ഓൾമോസ്റ്റ് 90% ഓഫ് വീഡിയോസും ഫേക്ക് ആണ് എന്നാണ് സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്സ് പറയുന്നത്. അവരിങ്ങനെ ഒരു അഭിപ്രായം പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഡാർക്ക് വെബിൽ നമുക്ക് കാണാൻ കഴിയുന്ന വീഡിയോകളിൽ 90% വീഡിയോകളും വളരെ ലോ ക്വാളിറ്റി ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ മിക്ക വീഡിയോകളിലും നമുക്ക് ജമ്പ് സ്കെയർ സീനുകളും അതോടൊപ്പം തന്നെ മിസ്മാച്ച് കട്ടുകളും ഓഡിയോ മിസ്മാച്ച് തുടങ്ങിയ കാര്യങ്ങളും മുഖം ബ്ലർഡ് ആയിട്ടിരിക്കുന്ന രീതിയിലും ഒക്കെ കാണാനായിട്ട് കഴിയും. അതായത് പൂർണ്ണമായിട്ടും ഒരു എഡിറ്റഡ് വീഡിയോ പോലെയുള്ള വീഡിയോകളാണ് നമുക്ക് ഡാർക്ക് വെബിലുടനീളം കാണാനായിട്ട് കഴിയുന്നത്. ഡാർക്ക് വെബിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോകളൊക്കെ ഫേക്ക് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള ഹ്യൂമൻ എക്സ്പെരിമെന്റ്സ് നമ്മുടെ ലോകത്തിൽ ഒരുപാട്
ഒരുപാടാണ്. അതിനുള്ള ഒരു ഉദാഹരണമാണ് നമ്മുടെ MK Ultra എന്ന് പറയുന്ന എക്സ്പെരിമെന്റ്, അതോടൊപ്പം തന്നെ റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെന്റ്, അതുപോലെ തന്നെ ജാപ്പനീസ് യൂണിറ്റ് 731 എന്നറിയപ്പെടുന്ന ഹ്യൂമൻ എക്സ്പെരിമെന്റ്. ഇതെല്ലാം മനുഷ്യരെ വെച്ച് നടത്തിയിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള പരീക്ഷണങ്ങളാണ്. ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാനായിട്ടും കൂടി ശ്രമിക്കുക. സോ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡാർക്ക് വെബിനുള്ളിൽ നടക്കുന്നത് കേവലം ഫേക്ക് വീഡിയോ ആണെന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രയധികം ക്രൂവലായിട്ട് കാണപ്പെടുന്ന ടൈപ്പ് വീഡിയോകളാണ് ഡാർക്ക് വെബിലുടനീളം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനി എന്താണ് ഡാർക്ക് വെബിന്റെ യാഥാർത്ഥ്യം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഡാർക്ക് വെബിനുള്ളിൽ നമ്മൾ കാണുന്ന ഓരോ വീഡിയോകളും എക്സ്ട്രീംലി റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് ഇത് വളരെയധികം സൂക്ഷ്മതയോട് കൂടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ 18+ അല്ലെങ്കിൽ A സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ധാരാളം സിനിമകൾ, വയലൻസ് നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഹൊറിഫിക് ആയിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള അഡൽട്ട് കണ്ടന്റ്സ് ധാരാളമായി അടങ്ങിയിട്ടുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇതിലൊക്കെ വളരെയധികം എക്സ്ട്രീംലി റിയലിസ്റ്റിക് ആയിട്ടുള്ള വയലൻസ് സീനുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഇവയൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ? ഒരിക്കലുമല്ല. ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ആർട്ട് ടീമിൻ്റെ കഴിവാണ് ഈ പറയുന്ന വളരെയധികം റിയലിസ്റ്റിക് ആക്കി ഈ ഓരോ സീനുകളെയും മാറ്റുക എന്ന് പറയുന്നത്. ഇതേ ടെക്നിക്ക് തന്നെയാണ് ഈ പറയുന്ന ഡാർക്ക് വെബിലും ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. കാണുന്ന ആളുകളെ ഷോക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഹൈലി സാറ്റിസ്ഫൈ ആക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനാൽ തന്നെയാണ് വളരെയധികം ഷോക്ക് വാല്യൂ കൂടിയ രീതിയിൽ ഓരോ കണ്ടന്റ്സും വളരെയധികം സൂക്ഷ്മതയോട് കൂടിയിട്ട് ഒരു സിനിമ എടുക്കുന്ന ആ ഒരു പ്രൊഫഷണലിസത്തോടു കൂടി തന്നെ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു കണ്ടന്റിനെയാണ് നമ്മൾ ഡാർക്ക് വെബിനുള്ളിൽ കാണുന്നത്. ഇത് കാണുന്ന ആളുകൾ വളരെയധികം പരിഭ്രാന്തരാവുകയും ഭയപ്പെടുകയും അതോടൊപ്പം തന്നെ ആ ഒരു ഡാർക്ക് വെബിന് വരുമാനം ഉണ്ടാവുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ഡാർക്ക് വെബിൽ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതുവഴി വരുമാനം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്നാൽ ഡാർക്ക് വെബ് എന്ന് പറയുന്നത് ഒട്ടും പേടിക്കേണ്ടാത്ത നോർമലായിട്ട് എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് നോർമലായിട്ട് നടക്കുന്ന ഒരു വെബ്സൈറ്റ് ആണെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം അതിനുള്ളിലും ഇല്ലീഗലായിട്ട് ധാരാളം ബിസിനസ്സുകളും ഇതിനൊപ്പം നടക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് വെബിനുള്ളിലേക്ക് പോകാനായിട്ട് തോന്നുന്നുണ്ടോ? എങ്കിൽ ഒരിക്കലും ചെയ്യാൻ അല്ലെങ്കിൽ ഒരിക്കലും ട്രൈ ചെയ്യാനായിട്ട് പാടില്ലാത്ത ഒരു കാര്യമാണ് ഡാർക്ക് വെബിലേക്ക് പ്രവേശിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള കണ്ടന്റ്സ് എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് അപകടങ്ങൾ ഈ പറയുന്ന ഡാർക്ക് വെബിനുള്ളിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അപകടം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും ഡാർക്ക് വെബിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ലിങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന ഡാർക്ക് വെബിലേക്ക് ഒരു എൻട്രൻസ് പോസിബിൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിൻ്റെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോളും ഹാക്കേഴ്സിൻ്റെ കയ്യിലേക്ക് മാറുകയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഡേറ്റാസും അതോടൊപ്പം നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഫോണിലുള്ള A to Z കാര്യങ്ങളും ഹാക്ക് ചെയ്യാനായിട്ടുള്ള കഴിവുള്ള ഹാക്കേഴ്സാണ് ഈ പറയുന്ന ഡാർക്ക് വെബിലുടനീളമുള്ളത്. ഇതിനാൽ തന്നെ ഒരു കാരണവശാലും ഡാർക്ക് വെബിലേക്ക് പോകാനായിട്ട് ആരും തന്നെ ധൈര്യപ്പെടാറില്ല. നമ്മൾ ഈ പറയുന്ന ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡാർക്ക് ഫേക്ക് വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് പൂർണ്ണമായിട്ടും എല്ലാം ഫേക്കാണ്, അതിനാൽ തന്നെ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാമെന്നൊരു ക്യൂരിയോസിറ്റി നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായേക്കാം. എന്നാൽ ഒരു കാരണവശാലും ഇത്തരത്തിലൊരു ക്യൂരിയോസിറ്റി കൊണ്ട് നമുക്ക് ഡാർക്ക് വെബിനുള്ളിലേക്ക് പോകാനായിട്ട് കഴിയുകയില്ല. പോയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും എക്സ്പ്ലോർ ചെയ്യരുത് എന്ന് വിലക്കിയിട്ടുള്ള അത്രയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ 90% ഓഫ് വീഡിയോകളൊക്കെ ഫേക്ക് ആണ് എന്ന് പറഞ്ഞാലും ഇതിനുള്ളിൽ ഒരുപാട് ക്രൈമുകളും റിയൽ ആയിട്ടുള്ള ഹ്യൂമൻ എക്സ്പെരിമെന്റ്സും അതോടൊപ്പം തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള ടോർച്ചറിങ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ പറയുന്ന ഫേക്ക് ആണ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ മുങ്ങിപ്പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഡാർക്ക് വെബ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ഒരിക്കലും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കഴിയുകയില്ല. അത്രയും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഹാക്കേഴ്സിന് പോലും ഡാർക്ക് വെബിനുള്ളിലുള്ള ഹാക്കേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അഥവാ കഴിഞ്ഞാൽ തന്നെ അതിനുള്ളിലുള്ളത് അത്രയധികം ഡേഞ്ചറസ് ആയിട്ട് നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡാർക്ക് വെബിലുടനീളം അല്ലെങ്കിൽ നമ്മളെ പേഴ്സണലി അഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള കാര്യങ്ങൾ കൂടിയാണ് ഈ പറയുന്ന ഡാർക്ക് വെബിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ആരും തന്നെ ഡാർക്ക് വെബിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ മറ്റൊരു വീഡിയോയുമായി see you on the next chapter. Until then, it's me Jaswin from Secret Book signing off.